നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. മധ്യവേനലവധിക്ക് ശേഷം സ്കൂളുകൾ തുറന്നു. മുണ്ടേരി പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം തലമുണ്ട LPU സ്കൂളിൽ നടന്നു. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. അനിഷ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല അധ്യാപകരും അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് വിവിധങ്ങളായ പരിപാടികളിലൂടെ നമ്മുടെ കുട്ടികളെ കളിയും ചിരിയും ഒക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മുടെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് 1, 3, 5, 7, 9 ക്ലാസ്സുകളിലുള്ള പാഠപുസ്തകങ്ങളിലൊക്കെ നല്ല മാറ്റവും പുതിയ പാഠപുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. ആ പാഠപുസ്തകങ്ങളിലൊക്കെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് നമുക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസമല്ല നമ്മുടെ മക്കൾക്ക് ലഭ്യമാകുന്നത്. കുട്ടികൾക്ക് കളിയും ചിരിയിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ സ്വാതന്ത്ര്യമാക്കാൻ കഴിയും, ആ ഒരു രീതിയിലുള്ള നല്ലൊരു വിദ്യാഭ്യാസമാണ്. ഒരു തരത്തിലുള്ള അപകടവും കുട്ടികൾക്കില്ല. ഒരു 4 ചുവരുകൾക്കുള്ളിൽ ഒതുക്കി കൂടുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസവുമല്ല. കുട്ടികൾക്ക് പുറത്തു പോകാനും പുറത്തു പോയി പക്ഷികളെ കാണാനും പൂമ്പാറ്റകളെ കാണാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ കളിച്ചും ചിരിച്ചുമുള്ള ഒരു നല്ലൊരു വിദ്യാഭ്യാസം, അത് തന്നെയാണ് നമ്മുടെ രക്ഷിതാക്കൾ എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും കുട്ടികളെ ഒരു 4 ചുവരുകൾക്കുള്ളിൽ അടച്ചിട്ട് പഠിപ്പിക്കുന്ന രീതി നമുക്ക് വേണ്ട എന്നുള്ളതാണ്. അങ്ങനെ പഠിച്ചു പോകുന്ന കുട്ടികളിൽ പലരും ആ ഒരു അത്രത്തോളം മുന്നോട്ട് പോകുന്നില്ല. അതിൻ്റെതായ പ്രതിസന്ധികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K. മുംതാസ് അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികളെ വരവേൽക്കാനായി സ്കൂളുകൾ പെയിന്റിങ്ങുകളും ചിത്രങ്ങളും വെച്ച് അലങ്കരിച്ചിരുന്നു. പുസ്തകങ്ങളും കളർ പെൻസിലുകളും നൽകിയാണ് വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് സ്വീകരിച്ചത്. പ്രധാന അധ്യാപിക CK ലതിക സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ M. ശ്രീജ നവാഗതരെ സ്വീകരിച്ചു. PTA പ്രസിഡന്റ് MK ജയകുമാർ, മനോജ്, ജയദീപ് തിരുമംഗലം, CP രഞ്ജിത്ത്, K. നിസാർ, KV രചന, KK നിമിഷ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.